പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറിയാട് SNDPക്ക് സമീപമുള്ള കാരാറ്റിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഇന്നലെ മീനെടുത്തുനിന്ന് തേങ്ങ എടുക്കാൻ ചാടിയ ആള് വെള്ളത്തിൽ പോയിട്ട് ഇത്രയും സമയമായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏറെക്കുറെ 9 മണിയായി. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ടീം എമർജൻസി എന്നും പറഞ്ഞ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. അവരാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ മീനെടുത്ത് ഒരാൾ തോട്ടിൽ പോയിട്ട് അവർ മിക്കയിടത്തും ഇതുപോലെ തന്നെ അവർ വന്ന് ഇതുപോലെ തന്നെ തെരച്ചിൽ നടത്തുന്ന ടീമാണ്. അപ്പോൾ അവരെല്ലാം ഈ ഭാഗത്തോട്ട് വന്ന് കയറിയിട്ടുണ്ട്. മീനെടുത്ത് ഏറെക്കുറെ 5 കിലോമീറ്ററോളം ദൂരം അവർ നീന്തി തോടിൻ്റെ മൊത്തം അരിച്ചു പിറക്കിയാണ് അവർ വരുന്നത്. 2 സെക്ഷനായിട്ടാണ്. അപ്പോൾ അവർ ഈ പാലത്തിന് കാരാറ്റിക്കടവ് പാലത്തിൻ്റെ അങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് അവരോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഇതാണ് കാരാറ്റിക്കടവ്. ഇവിടെ പാലത്തെ മുട്ടി വെള്ളമുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പറമ്പിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നടന്നു പോകാനുള്ളൊരു വരമ്പാണിത്. ആ 4 കിലോമീറ്ററെങ്കിലും ആ വെള്ളത്തിൽ കൂടെ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഈരാറ്റുപേട്ട എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഞങ്ങളിന്ന് രാവിലെ 6 മണിയായപ്പം മീനിടത്തുനിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ നിന്നുള്ള അധികാരികൾ പഞ്ചായത്ത് വില്ലേജിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നതാണ്. നിങ്ങൾ എത്ര പേര് ഇപ്പം? ഞങ്ങളിപ്പോൾ ഒരു 10 പേരോളം ഇപ്പോൾ വെള്ളത്തിൽ തന്നെ ഉണ്ട്. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടിന്റെ അവിടെ തൊട്ട് തപ്പാൻ തുടങ്ങി. കാണാതായ അവിടുന്ന് വെള്ളത്തിൽ പോയ സ്ഥലം തൊട്ട് അവിടെ തേങ്ങ ഇട്ടിട്ട് അപ്പൊ അത് അവിടെ തൊട്ട് തപ്പി ഇറങ്ങിയതാണ്. വേണ്ട ഒരു 4-5 കിലോമീറ്ററോളം ഞങ്ങൾ ഇവിടെ തപ്പി ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ വന്ന എല്ലാവരും ഉണ്ടോ? എല്ലാവരും തന്നെ ഉള്ളവരായിരുന്നു. ചവറടിഞ്ഞേക്കുന്നോണ്ട് ചപ്പും പിന്നെ മുള്ളും അങ്ങനെയുള്ള സംഭവം ഈ ഇല്ലിയെല്ലാം എല്ലായിടത്തും കിടക്കുന്നുണ്ട്. തെരച്ചിൽ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ദുഷ്കരമായിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ കൈതപ്പാലം പോകും. അതിന് കൈതപ്പാലത്തിലോട്ട് പോവുകയാണ്. അപ്പൊ അടുത്ത മേളിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത സൈറ്റ് മേളിൽ നിന്ന് വരുന്നുണ്ട്. വേറെ കൂട്ടത്തിലുള്ളവർ എല്ലായിടം മൊത്തം തപ്പിയായി പോയിരുന്നല്ലേ? ഞെരികൾ ഉള്ളതിന്റെ പേരില് ചിലപ്പോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ആള് ഷർട്ട് ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചെറിയ മുള്ളിലൊക്കെ ഉടക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിനെ ഉടക്കി കിടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഒത്തിരി ഇഞ്ചമുള്ളു പോലത്തെ മുള്ളുകൾ ഇതില് ഈ തൊടുവഴി എല്ലാം ഉണ്ട്. ഒരു ചെറിയ തടസ്സം വന്നാലും ഉടക്കി കിടക്കും. കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നിട്ട് 3-ാം പൊക്ക അങ്ങനെയാണ്ടാ അന്ന് കിട്ടിയതല്ലേ? നിങ്ങൾ 2 ദിവസം അന്ന് വന്ന് തപ്പിയായിരുന്നല്ലേ? 2 ദിവസം തപ്പിയപ്പോ 2ാമത്തെ ദിവസം കിട്ടിയെന്ന് തോന്നല്ലേ? കിട്ടിയത്. ശരി. നമ്മുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞാലൊക്കെ. എന്റെ ഒരു ഫൈസല്, ഈരാറ്റുപേട്ട. നമ്മുടെ റെജിയാണ്. തീക്കോയിൽ. നമ്മുടെ പേര് നാഫി, ഈരാറ്റുപേട്ട. എന്റെ ഒരു വലിയ തീക്കോയിൽ. നാഫി, ഈരാറ്റുപേട്ട. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന മോള് സെർച്ചിങ് തുടങ്ങിയതാണ്. ഈ ആൾക്കാർ ആറ്റി വെട്ടി പനയും പോലൊക്കെ ഇടുന്നുണ്ട്. ഭയങ്കര എടുത്ത് ഞങ്ങൾ പനയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഒത്തിരി പനയുണ്ട്, ചപ്പുണ്ട്. ഇതിന്റെ തന്നെ പാമ്പല്ല കുറെ പാമ്പിനെല്ലാം ഇപ്പൊ കണ്ട് പിന്നെ തപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളുടെ രീതി വെച്ച് തപ്പിയത്രയും സ്ഥലത്തില്ലെന്നുള്ളതാണ്. ഇനി 2-3 സ്ഥലം കുഴിയുണ്ട്. അവിടെ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവിടെ നമ്മുടെ സ്കൂബ ഡൈവിങ് ഇറങ്ങാനുള്ള പരിപാടി ആലോചിക്കുക. അടുത്ത ട്രിപ്പ് വരുമ്പോൾ സ്കൂബായും കൂടി ഇട്ടാ വരുന്നത്. നമ്മൾ ഓടിച്ച് തപ്പി നോക്കുന്നേ ഉള്ളൂ. ഏകദേശം ഇനി ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയി ആറെത്തുന്നു. 2 കിലോമീറ്റർ പോയി ആറത്തിലേക്ക് ഒന്നും കൂടെ അവിടുന്ന് ചെയ്യുക. അത് നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേന്ന് പോലെ അടുത്ത സെർച്ചിങ്ങിന് ഇപ്പോൾ അടുത്ത ടീം പോയി. നമ്മുടെ ആദ്യം വന്ന 10 പേരുടെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 ട്രിപ്പായിട്ട് തപ്പി വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 7 പേരായി. 4 അംഗം ടീം അരിച്ച് തപ്പി വന്നുകൊണ്ടിരിക്കുക. ഞാൻ അടുത്ത ഞങ്ങൾ തന്നെ ബോട്ടും സ്കൂബായും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒന്നും കൂടെ വരുന്നു. അവിടെ റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള വെള്ളമൊക്കെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം ഇല്ല നമുക്കല്ലേ? വെള്ളമില്ല, ഒഴുക്ക് കൂടുതലാണ്, അടിയൊഴുക്കും ഉണ്ട്. അപ്പൊ ഇത് കേൾക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ ലൈനായിട്ട് നമ്മളിപ്പോ ഇളക്കി കേട്ടോ. ലൈനായിട്ട് ആ സൈഡ് തപ്പി വെക്കാം. സൈഡ് കറക്റ്റ്.
അങ്ങനെ തിരച്ചിൽ സംഘം കൈതേപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനും ഇവിടെയുണ്ട്. ഇതാണ് ടീം എമർജൻസിയുടെ വാഹനം. ഇവരുടെ വാഹനത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോ. ഇവിടെ വന്ന് കയറിയല്ലേ? ഭയങ്കര മുള്ളാണ്. ആണല്ലേ? ഇതുണ്ട് ഭയങ്കരമായിട്ടേ. ഇഞ്ചമുള്ളല്ലേ? പിന്നെയും പാടാം. ഞാൻ ഒരാൾ വെള്ളത്തിൽ വീണ് അതിനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചാനലുകാർ വന്നിട്ട് അവർക്ക് ചോദിക്കേണ്ടത് രാഷ്ട്രീയമാണ് ചോദിക്കുന്നത്. നിലമ്പൂർ ആര് ജയിക്കും, അതൊക്കെയാണ് ഇവർ MLAയോട് ചോദിക്കുന്നത്. അവരാണ് ആലോചിക്കേണ്ടത്. ഇപ്പം പിണറായി വിജയനെതിരെ ഉള്ള ഒരു മത്സരത്തിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് അവരാലോചിക്കട്ടെ. അവര് കോൺഗ്രസിനൊപ്പം നിന്നാണോ ഫൈറ്റ് ചെയ്യേണ്ടത്, ഒറ്റയ്ക്ക് നിന്നാണോ ഫൈറ്റ് ചെയ്യേണ്ടത്, അവരാലോചിക്കട്ടെ. അപ്പൊ അവർക്ക് തോന്നുക അവരൊറ്റയ്ക്ക് തോൽപ്പിക്കുമെന്ന് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാം. അൻവർ മത്സരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവും? ഞാൻ ചോദിക്കട്ടെ, UDF ശക്തി UDF നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. ആരുടെയും പിന്തുണയില്ലാതെ UDF പല തവണ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. UDF ആര്യാടന്റെ മണ്ണാണത്. അപ്പോൾ യാതൊരു സംശയവും ഞങ്ങൾക്ക് ആഗ്രഹമാണ്. അതാണ് UDF നേതാക്കളും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് പാർട്ടി പറയുന്ന ലൈനിനപ്പുറം ഞങ്ങൾക്ക് ആർക്കും ഒരു വേറെ ഒപ്പീനിയൻ. അതെ, അദ്ദേഹം കൂടെ വരുന്നതാണ് എൻ്റെ ഒരു ഭംഗിയാവുക. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അദ്ദേഹത്തിന് എന്തായാലും അൻവർ മത്സരിക്കുകയാണെങ്കിലും അവിടെ വിജയം UDF മാറ്റിക്കുന്നതിനാണ് MLA പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കളക്ട് പഠിക്കുന്നു. അതെ 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 അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അവാർഡ് ചെയ്തേ. നമുക്ക് ഇങ്ങനൊരു ടീം കേരളത്തിന് ആവശ്യമാണ്. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കാരണം നമുക്ക് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രവർത്തനമാണ്. അപ്പോൾ അത് ഇനിയും നിങ്ങളെ ഒരു പരിശീലനം തരാമെന്ന് പറയുന്നത് പറഞ്ഞു. തീർച്ചയായും ഞങ്ങൾ കാസർഗോഡ് കടുമേനിയിൽ അടുത്തയാഴ്ച ഉദ്ഘാടനമാണ്. മണിമല 1.5 മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. എത്ര പേര് വേണം? നമുക്കൊരു 20 പേര് ജാതിമത ഭേദമില്ലാതെ പാർട്ടി ഇല്ലാത്ത ആൾക്കാർ വേണം. എല്ലാവരെയും അത് വെള്ളത്തിച്ചാട്ടം മാത്രമല്ല, പാമ്പ് കൊടുത്ത കാര്യമാണെങ്കിലും മാനസരോഗിനെ പോലീസുകാരോട് കൂടി DSC സെന്ററിൽ കൊണ്ടുപോകാനാണെങ്കിലും, അതേപോലെ ഒരു പെട്ടെന്നൊരു മുറിഞ്ഞു വരുന്നതുകൊണ്ട് മരങ്ങളൊക്കെ അത് മുറിച്ച് മാറ്റുന്നത്, പെട്ടെന്ന് കറണ്ടൊക്കെ വരാൻ പറ്റും. എല്ലാം ഗവൺമെന്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പ്രൈവറ്റ് ആയിട്ടുള്ളത് ചില സമയത്തൊക്കെ ചില വില്ലേജ് ഓഫീസർമാരൊക്കെ എന്തെങ്കിലും പ്രസിദ്ധാശയൊക്കെ തരും. നമുക്കെല്ലാം ഫുൾ നാട്ടുകാരുടെ സപ്പോർട്ടാണ്. നമുക്കൊരു 20 പേരെ സംഘടിപ്പിക്കാൻ പറ്റും. ഞാനും കൂടെ ഇറങ്ങാം. എന്നെ കൂട്ടി 19 പേരുണ്ട്. മൂന്നായി ഓൾറെഡി. 4. ഇനി ആരെങ്കിലും കൈവെക്കാനുണ്ടോ? അപ്പൊ ഇത് നമ്മൾ കൈയടിച്ച് പാസ്സാക്കുക.
ഇന്നാണെങ്കിൽ ഞങ്ങളുടെ കൂടുവാണെങ്കിൽ ഇന്നുപോലെ നമ്മൾ റിസ്ക് തുടങ്ങിയേക്കാം. ഞങ്ങൾ പിറ്റേന്ന് വേണ്ട, ഇന്നുപോലെ ഒരു വിളക്ക് വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പഠിപ്പിക്കും. ഒന്നുമില്ല, ആരും പിന്നെ പ്രാർത്ഥന എല്ലാവരും വേണം. അത് ഞങ്ങളുടെ പറഞ്ഞ ഡ്രസ്സില്ലല്ലോ, അതിന് ഡ്രസ്സുണ്ടെന്ന് പറഞ്ഞാൽ കുറെ ഇഞ്ചപ്പടപ്പിന്റെ അടിയിൽ നിങ്ങൾ കയറി ഡ്രസ് ഉണ്ടെങ്കിൽ ഇഞ്ചപ്പടപ്പിന്റെ അത് കിടക്കാം. പിന്നെ ഒന്ന് രണ്ടിടത്ത് ഇന്നുകൊണ്ട് വെള്ളം ഇച്ചുകൊടുത്താൽ ഈ അവസ്ഥയാണെങ്കിൽ സ്കൂബ സെറ്റ് ഇട്ട് നിങ്ങളുടെ ഒരു 3-4 കുഴിയുണ്ട്. അതൊക്കെ എത്ര പറ്റും? നമ്മൾ സ്കൂബ നമ്മുടെ തന്നെ ഉണ്ട്. അത് ഇതിന് ഡ്രസ്സ് വന്നോണ്ടാണ് ഇറങ്ങണമെങ്കിൽ ഉണ്ട്, മടങ്ങുണ്ട്, പിന്നെ അതിനൊക്കെയുള്ള സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പ്രസിഡന്റ് ഇറങ്ങുന്നു ഞാൻ വേണേ ഇറങ്ങാം. വെള്ളത്തിലേക്ക് 2 കോടി കൊടുത്ത് ബോട്ടുണ്ടോ? വേണ്ടില്ലേ? അതുമായിട്ടാ വന്നിട്ടില്ല. ഇച്ചിരി കഴിഞ്ഞ് ഇവിടെ അതിർക്കുള്ള റെഡി. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോയെന്നുള്ളൊരു തോന്നൽ വന്ന് താഴെ തപ്പിക്കാൻ വരാം. നമുക്കൊന്ന് ഇറങ്ങിയാലോ? ആരൊക്കെ കൈ പൊക്കി പഠിച്ചില്ല, ഇങ്ങനെ പഠിക്കുന്നത്. ബോട്ടേ കയറാൻ പ്രത്യേകിച്ച് പഠിക്കണ്ട, ഞങ്ങൾ ബാക്കി കയറിയിരുന്നാൽ ഞാനെന്നാ ഡ്രസ്സിൽ മാറാം. ഏത് ഷോർട്സ് മതിയോ? ഡ്രസ്സുണ്ടോ? ഇതിനെ നമുക്ക് കൈമാറാം. പലരും കൈ പൊക്കി എല്ലാവരും ഇച്ചിരി വൈഡായിട്ട് വയ്ക്കും. വീട്ടാണ് പറയണേ. ഓക്കെ, ഞങ്ങളുടെ സംഘടനയിലേക്ക് പ്രതിയായിട്ട് കിടന്നു വന്ന ഞങ്ങളുടെ പൊന്നോമനപുത്രൻ്റെ മകൻ, ഈ നാടിൻ്റെയും ഈ ലോകത്തിൻ്റെയും മെയിൻ ആളാണ് ഞങ്ങളുടെ ചാണ്ടിയമ്മൻ. സാറിൻ്റെ മോൻ ഞങ്ങളുടെ സംഘടനയിൽ കൂടിയതിന് ഭയങ്കര സന്തോഷം. സാറും ഈ സാറിനോട് നിൽക്കുന്ന ഇത്രയും സംഘം ആൾക്കാരും കൂടെ ടീം എമർജൻസിയിൽ അംഗത്വം എടുക്കുവാണ്. ഇന്ന് റെസ്ക്യൂവിന് ഞങ്ങളുടെ ഒപ്പം സാറും കൂടെ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ബനിയൻ ഞങ്ങൾ കൈമാറുകയാണ്.